ഇനി 24-ൻ്റെ ഒരു ബിഗ് എക്സ്ക്ലൂസീവ് ഇന്നുണ്ടായിരുന്നു. മാത്രമല്ല 24-ൻ്റെ പോരാട്ടം, ലഹരിക്കെതിരെയുള്ള അന്തിമ പോരാട്ടം നമ്മൾ തുടരുകയാണ്. ഹൈബ്രിഡ് കഞ്ചാവുമായി കൊച്ചിയിൽ 2 സിനിമാ സംവിധായകരുൾപ്പെടെ 3 പേർ അറസ്റ്റിലായ വാർത്ത ആദ്യം പുറത്തുവിട്ടത് 24 ആയിരുന്നു. ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരാണ് 1.63 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി ഇന്ന് പുലർച്ചെ എക്സൈസിൻ്റെ പിടിയിലായി പോയത്. രണ്ടുപേരെയും പിന്നീട് ജാമ്യത്തിൽ വിട്ടു. സംവിധായകനും ക്യാമറമാനുമായ സമീർ താഹിറിൻ്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. പോലീസ് 24 എക്സ്ക്ലൂസീവായി ഈ വാർത്ത പുറത്തുവിടുമ്പോൾ ഈ ചലച്ചിത്ര ലോകത്തും ഇത് പ്രത്യേകിച്ച് ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത് MDMA-ക്കാളും മാരകമായ ഒരു ലഹരിയാണ് എന്ന് പ്രേക്ഷകർക്ക് അറിയാം. ഹൈബ്രിഡ് കഞ്ചാവും കേരളത്തിലെ സിനിമാ മേഖലകളിൽ സജീവമാണ് എന്നറിയുന്നത് ഒരു ഷോക്കിംഗ് ന്യൂസാണ്. മറൈൻ ഡ്രൈവിലെ ഗ്രാൻഡ് ബേ ഫ്ളാറ്റിൽ രാത്രി 1 മണിയോടെയായിരുന്നു എക്സൈസിന്റെ പരിശോധന. 5-ാം നിലയിൽ സംവിധായകൻ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും പിടിയിലായത്. ഇവരോടൊപ്പം ഷാലിഫ് മുഹമ്മദ് എന്നയാളും ഉണ്ടായിരുന്നു. അവർ ഉപയോഗിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. അവർ ജസ്റ്റ് അതിനുള്ള ആരംഭം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പിടികൂടുകയായിരുന്നു. ഇത് കൊടുത്ത ഒരാളെ പറ്റി ഒരു ചെറിയ സൂചനയുണ്ട്. അയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാവും. 2:45 3 പേരെയും കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലെ എക്സൈസ് ഓഫീസിലെത്തിച്ചു. പിന്നാലെ അറസ്റ്റ് നടപടികളും പൂർത്തിയാക്കി. വിശദമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട് എന്ന് 3 പേരും എക്സൈസിനോട് സമ്മതിച്ചു. നമുക്കിപ്പോൾ പരിശോധനയ്ക്ക് സാധാരണമൊന്നുമില്ല. ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് എവിടെയെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉണ്ട്, ഇന്നൊരു സാധനം ഉണ്ട് എന്നറിയാൻ നമുക്ക് പരിശോധനയ്ക്ക് കയറാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ കാടടച്ച് വെടിവെച്ച പോലെയായി. രഹസ്യവിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. വാണിജ്യ അളവിൽ കഞ്ചാവില്ലാതിരുന്നതിനാൽ 3 പേരെയും വിശദമായി മൊഴിയെടുത്ത ശേഷം ജാമ്യത്തിൽ വിട്ടു. കൊച്ചിയിലെ ഈ ഫ്ളാറ്റ് 3 മാസമായി നിരീക്ഷണത്തിലായിരുന്നു. സംവിധായകരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ലഹരിയുടെ ഉറവിടം തേടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് എക്സൈസ്. ദൃശ്യങ്ങളടക്കം ഇന്ന് 24 പുറത്തുവിട്ട വാർത്ത സിനിമാ മേഖലയിലെ ലഹരി വ്യാപനത്തിന്റെ തീവ്രത അടയാളപ്പെടുത്തുന്നതാണ്. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ ഇനി വരാനിരിക്കുന്ന പേരുകൾ വലുതായിരിക്കും. ക്യാമറ പേഴ്സൺ അഭിജിത്തിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് രാവിലെ ഈ വാർത്ത ബ്രേക്ക് ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി റാഫി കരീം ഇപ്പോൾ തത്സമയം ചേരുകയാണ്. റാഫി, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. റാഫി ചെയ്ത് ഒരു വലിയ കാര്യമാണ് കാരണം അർദ്ധരാത്രി കഴിഞ്ഞ് നടന്ന ഒരു സംഭവമാണ്. അത് പ്രേക്ഷകരിലേക്ക് യഥാസമയം എത്തിച്ചതിന് കൺഗ്രാജുലേഷൻസ്. എന്തായിരുന്നു ഈ ചലച്ചിത്ര സംവിധായകർ അവിടെ ചെയ്തു കൂട്ടിയത്? എക്സൈസിൻ്റെ ഭാഷയിൽ കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ നീക്കമുണ്ടോ? താങ്ക് യു. തീർച്ചയായും ഇന്നലെ രാത്രി 1 മണിയോട് കൂടിയായിരുന്നു ഒരു രഹസ്യ വിവരം എക്സൈസിന് ലഭിക്കുന്നത്. തുടർന്നാണ് എറണാകുളത്തെ ഗോശ്രീ പാലത്തിന് സമീപമുള്ള ഗ്രാൻഡ് ബേ എന്ന ഫ്ളാറ്റിലേക്ക് എക്സൈസ് സംഘം എത്തുന്നത്. 5-അംഗ എക്സൈസ് സംഘം ഈ ഫ്ളാറ്റിലേക്ക് എത്തി 5-ാം നിലയിലെ 506-ാം നമ്പർ മുറി ഫ്ളാറ്റിലേക്ക്. ആ ഫ്ളാറ്റ് സിനിമാ സംവിധായകനും ഒപ്പം തന്നെ ക്യാമറാമാനുമായ സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഈ ഫ്ളാറ്റിലെത്തി എക്സൈസ് സംഘം അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടി, ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് വേണ്ടി പ്രമുഖ സംവിധായകന്മാരായ സിനിമയിലെ തന്നെ ഏറ്റവും പ്രമുഖരായി മാറിയ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടി അതിലേക്ക് കടക്കുന്നതാണ്. ഉടനെ തന്നെയാണ് എക്സൈസ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്. ഇവരിൽ നിന്ന് 1.63 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുക്കുന്നു. ഒപ്പം തന്നെ ഈ കഞ്ചാവ് ഉപയോഗിക്കാൻ വേണ്ടി ഇവർ സൂക്ഷിച്ചിരുന്ന ഉപകരണങ്ങളും എക്സൈസ് സംഘം പിടിച്ചെടുക്കുന്നു. ഈ വിവരം ലഭിച്ചതിന് ശേഷം പുലർച്ചെ 2 മണിയോടുകൂടിയാണ് 24-ന്റെ വാർത്താ സംഘം അവിടെ എത്തുന്നത്. പിന്നീട് നടക്കുന്നതെല്ലാം തന്നെ ഈ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ദൃശ്യങ്ങളായി നമ്മൾ നൽകിയിട്ടുണ്ട്. ഇവരിൽ നിന്ന് കൃത്യമായ മൊഴികൾ ശേഖരിക്കുന്നു, കഞ്ചാവ് പിടിച്ചെടുക്കുന്നു, അത് ഉപയോഗിക്കാൻ എത്തിച്ച ഉപകരണങ്ങൾ പിടിച്ചെടുക്കുന്നു. അതിനുശേഷം ഇവരെ കൊച്ചിയിലെ എക്സൈസ് ഓഫീസിലേക്ക് എക്സൈസ് സംഘം കൊണ്ടുപോകുന്നു. അതിനുശേഷം ഇവരിൽ നിന്ന് വിശദമായ മൊഴി എക്സൈസ് സംഘം രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ നിന്ന് ഏറെ നിർണായകമായ വിവരങ്ങളാണ് എക്സൈസിന് ലഭിച്ചത്. വർഷങ്ങളായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അത്ര തന്നെ വർഷങ്ങളായി ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇവർ എക്സൈസിന് മുന്നിൽ സമ്മതിച്ചിട്ടുണ്ട്. സിന്തറ്റിക് ലഹരിയല്ല ഉപയോഗിക്കാറുള്ളത്, കഞ്ചാവാണ് എന്നാണ് ഇവർ എക്സൈസിന് മുന്നിൽ സമ്മതിച്ചത്. ഒപ്പം തന്നെ ഈ കഞ്ചാവിൽ എവിടെ നിന്ന് വരുന്നു, ഇതിൻ്റെ സോഴ്സ് എന്താണ്, ഇതിൻ്റെ വഴി എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവരിൽ നിന്ന് എക്സൈസ്
കൃത്യമായി ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്കാണ് നിലവിൽ എക്സൈസ് കടക്കുന്നത്. ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് കഞ്ചാവ് നൽകിയ ആൾ, ഇവർ ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തിയ ആളെ എക്സൈസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സിനിമാ മേഖലയിലേക്കുള്ള ഈ കഞ്ചാവിൻ്റെ ലഹരിയുടെ വഴികൾ അത് എക്സൈസിനെ മുറിക്കാൻ സാധിക്കും. കാരണം ഖാലിദ് റഹ്മാനെ പോലെയും അഷ്റഫ് ഹംസയെ പോലെയുമുള്ള ആളുകൾ സിനിമാ മേഖലയിലെ ചെറിയ ആളുകളല്ല, അവർ ചെറിയ മീനുകളല്ല, ഏറ്റവും വലിയ സംവിധായകരാണ്. സിനിമാ മേഖലയിൽ നിലവിൽ സൂപ്പർ ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത ആളുകളാണ്. ഏറ്റവും ഒടുവിൽ ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ചിത്രം ഈ മാസമാണ് റിലീസിനെത്തിയത്. മികച്ച പ്രേക്ഷക പ്രതികരണം ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജിംഖാന എന്ന ചിത്രം. ഒപ്പം തന്നെ അഷ്റഫ് ഹംസയെ കുറിച്ച് പറഞ്ഞാൽ ഭീമന്റെ വഴി, കുഞ്ചാക്കോ ബോബൻ നായകനായ ചിത്രമാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ചെയ്ത ചിത്രം ഇതാണ്. ഈ സിനിമകളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് ഈ സിനിമാ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുമായി ബന്ധമുണ്ടാവും. അപ്പോൾ ഇവർക്ക് കഞ്ചാവ് നൽകിയ ആളുകൾ അത്ര തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ് എക്സൈസിന്റെ നിഗമനം. അതുകൊണ്ട് ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് തേടിപ്പോകുന്ന ആളുകൾ, ഇതിന്റെ വഴി, ഈ കഞ്ചാവിന്റെ ഉറവിടം, ഇതെല്ലാം റാഫിൻ പറഞ്ഞു തീർത്തോ. ആ സിനിമാ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളായിരിക്കുമെന്ന് തന്നെയാണ് എക്സൈസിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം, ചെറിയ അളവിലുള്ള കഞ്ചാവാണെങ്കിൽ പോലും അത് നൽകുന്ന വിവരങ്ങൾ, അത് നൽകുന്ന ഉറവിടത്തിന്റെ വിവരങ്ങൾ, അത് എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം തുടർ അന്വേഷണത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ റാഫി കരീം, താങ്കൾ ചെയ്തത് നല്ല കാര്യമാണ്. എന്തായാലും യഥാവിധം റിപ്പോർട്ട് 24 സ്ക്രീനിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു, അതും വലിയ കാര്യമാണ്.